നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പാനിഷ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയുന്നത്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. അപ്പം ഞാനിന്ന് 4 മുട്ട ഉപയോഗിച്ചിട്ടാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വലിയൊരു സവോള ചെറുതായി നുറുക്കി വെച്ചതാണിത്. ഇനി അതുപോലെ തന്നെ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ വളരെ ചെറിയ പീസാക്കി നുറുക്കി വെച്ചത്, കുറച്ച് മല്ലിയില, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി ഹാഫ് ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പും കൂടെയാണ്. നമുക്ക് ആദ്യം തന്നെ ഈ മുട്ട ഈ പാത്രത്തിലേക്ക് ആദ്യം ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഈ 4 മുട്ടയും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ മുട്ട ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ ഈ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായി വീണ്ടും മിക്സ് ചെയ്യണം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് ഇവിടെ ചേർക്കുന്നത്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ പൊട്ടാറ്റോയും സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം തന്നെ പൊട്ടാറ്റോ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ പൊട്ടാറ്റോ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് വഴന്ന് കിട്ടണമെങ്കിൽ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം, എന്നാലേ നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചെറിയ കനം കുറച്ച പീസായിട്ടാണ് ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊട്ടാറ്റോയ്ക്ക് കുറച്ച് വേവ് ഉണ്ടാവും, അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് വെന്ത് കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ഏകദേശം ഇത് റെഡിയായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ സവോളയും കൂടി ഇതിലേക്ക് ഇപ്പോൾ ചേർത്തു. ഇനി വീണ്ടും ഇത് നന്നായി ഒന്ന് വഴറ്റുക. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം തന്നെ നമ്മൾ അതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിവിടെ ഈ സവോളയിലേക്കും പൊട്ടാറ്റോയിലേക്കും ആവശ്യമായ കുറച്ച് ഉപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് സവോളയും കൂടെ ഒന്ന് ബ്രൗൺ നിറായതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായി തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം കൂടെ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ വഴന്ന് വന്നതിന് ശേഷമാണ് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ മുട്ടയിലെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് ഏകദേശം ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തണുത്തതിന് ശേഷമാണ് ഇത് മാറ്റി കൊടുക്കുന്നത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് മുഴുവനായിട്ടും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണം.
മുഴുവനായിട്ടും ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ടയുടെ മിക്സാണുള്ളത്. എല്ലാം കൂടെ ഒരുമിച്ച് ഇതിൽ ഒഴിച്ചു കൊടുത്തു. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വന്നാൽ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഏകദേശം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കൊരു ചട്ടുക ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ ഒരു മറിച്ചിടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ മറിച്ചിടാം. അല്ലെങ്കിൽ വേറൊരു തവ എടുത്തിട്ട് അതിലേക്ക് ഇത് മറിച്ച് എടുക്കാവുന്നതാണ്. എനിക്കിങ്ങനെ എടുക്കാനാണ് എളുപ്പം തോന്നിയത്. നമ്മൾ മറ്റേ ഒരുമിച്ച് മറിക്കുമ്പോൾ എനിക്കത് മറിക്കാൻ പറ്റിയിരുന്നില്ല, ചട്ടുക ഉപയോഗിച്ച് മറിക്കുമ്പോൾ. അപ്പോൾ ഇതിവിടെ മറിച്ചിട്ടിട്ട് ഒന്നുകൂടെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.